നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു തോരൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. തോരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോക്കോളി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബ്രോക്കോളി എന്ന് പറയുമ്പം വെറുതെ ഒരു പച്ചക്കറി എന്ന് പറയാൻ പറ്റില്ല, നല്ല പോഷക കലവറ എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു ബ്രോക്കോളിനെ. അപ്പോൾ അത്രയും ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഇപ്പം മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നത് നോക്കി വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ബ്രോക്കോളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് മഞ്ഞളുടെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കഴുകിയെടുത്താണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുക്കി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കറിവേപ്പില വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഒരു മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്, കാരണം ചെറിയൊരു ബ്രോക്കോളി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ഒന്ന് ചതച്ചാണ് ഇടുന്നത്. അപ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനൊരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ്. ഇതിപ്പോൾ കുറച്ച് വലുപ്പമുള്ള ചെറിയുള്ളിയാണ്. അപ്പോൾ ഒരു 2 എണ്ണം എടുത്തു. അതുപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും ചേർക്കും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓയിലും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടത്. ഇത് നമ്മൾ ചെറുതായിട്ടാണ് അരിയാൻ പോകുന്നത്. ഇതിൻ്റെ തണ്ടിൻ്റെ കുറച്ച് ആ ഭാഗങ്ങളും കൂടി ചേർത്ത് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾ ബ്രോക്കോളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ആ പണി അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊന്ന് ചതക്കണമല്ലോ. അപ്പോൾ അതാണ് അത് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ട പരിപാടിയിലുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കഴിക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഇത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി 2 എണ്ണം കേട്ടോ എടുത്തത്. ഇതൊക്കെ ഒന്ന് ചതച്ച് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഇടാം. പിന്നെ ഈ 2 വെളുത്തുള്ളിയും കൂടി ഇത് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാന്ന് പറയും. നമ്മൾ സാധാരണ തോരനൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ചതച്ചങ്ങ് എടുക്കാം. അപ്പോൾ അതാ തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ കുക്ക് ചെയ്യാനെടുത്ത പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ല. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കടുകൊന്നും പൊട്ടിക്കാത്തതുകൊണ്ട് ബ്രോക്കോളി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് നമ്മളിത് വേവിക്കാൻ വേണ്ടി പ്രത്യേകം വേറെ വെള്ളമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. സൈഡിലോട്ടാക്കി കൊടുക്കുക. ഇവിടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് മുട്ട ആയി കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതാ ഞാൻ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്, സൈഡിലോട്ടാക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഇതിപ്പം കണ്ടോ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ചേർക്കാനുണ്ടല്ലോ, തേങ്ങ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. 2 മുട്ടയൊക്കെ വേണമെങ്കിൽ 2 മുട്ടയും ചേർക്കാം കേട്ടോ. ഞാനിപ്പം ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് 1 ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 1-1.5 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബ്രോക്കോളി മാത്രമാവുന്ന സമയത്ത് ആ ഒരു മണം എല്ലാവർക്കും അങ്ങ് പിടിക്കണം എന്നില്ല. പക്ഷേ ഇതിപ്പം അരപ്പിൻ്റെ എല്ലാം കൂടെയുള്ള അടിപൊളി മണം വരുന്നുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. സംഭവം വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയായി കാണുന്നതുവരെ ബൈ.